السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഉന്നതമായ വിജയങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സാമ്പത്തികമായിട്ടും ജോലി സംബന്ധമായിട്ടും നാം ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും നമുക്ക് ഉന്നതമായ വിജയങ്ങൾ വേണമെന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ കണക്ക് കൂട്ടലുകളുടെ താളമൊക്കെ തെറ്റി പരാജയത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ബഹുമാനമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായിട്ട് വരുന്നത് ചിലപ്പോൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വരുന്ന ആ പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കും. ഉദാഹരണത്തിന്, സുബഹിക്ക് ശേഷം ഒരു മനുഷ്യൻ ഉറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഈ ഉറക്കമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. ഒരാൾക്ക് ഉറക്കം കിട്ടിയില്ല എങ്കിൽ, നഷ്ടപ്പെട്ടാൽ ആ ഉറക്കം നേടിയെടുക്കുന്നതിന് വേണ്ടി ധാരാളം കാശൊക്കെ ചിലവഴിച്ച് വിദഗ്ധരായ ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് ഗുളികകളൊക്കെ കഴിച്ച് ചില ആൾക്കാർ ഉറക്കത്തിന് വേണ്ടി ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും തുച്ഛമായ സമയമായിരിക്കും അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഉറക്കമെന്നുള്ളത് അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. വജഅൽനാ നൗമക്കും സുബാത, ഉറക്കത്തെ ഞാൻ നിങ്ങൾക്ക് ഒരു വിശ്രമത്തിനുള്ള ഒരു അവസരമായിട്ടാണ് ആക്കിയിരിക്കുന്നത്. ഉറക്കമെന്നുള്ളത് ഒരു വിശ്രമവേളയാണ്. പകലന്തിയോളം പണിയെടുത്തിട്ട് ഒരാൾ രാത്രി കിടന്ന് ഉറങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ ക്ഷീണമെല്ലാം മാറി പിറ്റേന്ന് ജോലിക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ രോഗം പിടിപെട്ട് ക്ഷീണമുണ്ടായി, മറ്റ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായി, ശരീരത്തിന് ക്ഷീണമുണ്ടായി, ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും, വിശ്രമിച്ച് കഴിയുമ്പോഴേക്കും നല്ല ആരോഗ്യമുള്ള, നല്ല ഉന്മേഷവാനായിട്ട് മടങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഉറക്കം ഒരു മനുഷ്യൻ സുബഹി നമസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ആ സമയത്ത് ഒരാൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. കാരണം ഈ സുബഹിക്ക് ശേഷമുള്ള ആ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയം അത് ബർക്കത്തുള്ള സമയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, അല്ലാഹുവേ എൻ്റെ സമുദായത്തിൻ്റെ പ്രഭാത സമയത്ത് നീ അവർക്ക് ബർക്കത്ത് ചെയ്യണമേ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ സുബഹിക്ക് ശേഷം കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ദുആയിൽ ആ മനുഷ്യനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയില്ല. ഈ പ്രഭാത സമയത്താണ് ഒരു ദിവസത്തെ റിസ്ക് അല്ലാഹു തആല ഓഹരി ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ റിസ്ക് എന്ന് പറയുമ്പോൾ ഭക്ഷണം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, ആരോഗ്യം, ഒരു മനുഷ്യനിക്ക് ദുനിയാവിൽ ആവശ്യമാകുന്ന എല്ലാ വസ്തുക്കളും ഈ റിസ്ക് എന്ന് പറയുന്ന ആ ഗണത്തിൽപ്പെടും. അപ്പോൾ അല്ലാഹു തആല ആ സമയത്ത് ഓഹരി വയ്ക്കുമ്പോൾ നമ്മുടെ പേര് ആ ലിസ്റ്റിൽ ഉണ്ടാവുകയില്ല. അങ്ങനെയാണ് നമുക്ക് പരാജയമുണ്ടാകുന്നത്. പ്രഭാത സമയത്ത് നാം ഏതൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും നമുക്ക് അതിൽ വിജയം നേടിയെടുക്കാൻ സാധിക്കും. യാത്രകൾ ചെയ്യുന്നതിന് പ്രഭാത സമയമാണ് ഏറ്റവും ഉത്തമമായ സമയം. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ ഈ സുബഹിയുടെ ശേഷം ഒരു മനുഷ്യൻ കിടന്നു ഉറങ്ങുകയാണെങ്കിൽ ശൈത്താൻ ലഅനത്തുല്ലാഹി അലൈഹി അവൻ്റെ ചെവിയിലാണ് മൂത്രമൊഴിക്കുന്നത്. ഒരു 100 കിലോ ഉള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ 120 കിലോ, 70 കിലോ, 60 കിലോ ഉള്ള ഒരു മനുഷ്യൻ, അവൻ്റെ ശരീരത്തിലുള്ള ചെവിയെയാണ് ഈ ശൈത്താൻ മൂത്രമൊഴിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. പ്രിയമുള്ളവർ, ഈ ചെവി എന്ന് പറയുന്ന അവയവം നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുന്ന ഒരു അവയവമാണ്. ചെവിയുടെ ബാലൻസ് തെറ്റിപ്പോയാൽ ആ മനുഷ്യനിക്ക് തലക്കറക്കമുണ്ടാകും. അതുപോലെ തന്നെ മറ്റ് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ചെവി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുന്ന ഒരു അവയവമാണ്.
ശൈത്താൻ ലഅനത്തുല്ലാഹി അലൈഹി അവൻ്റെ ചെവിയിൽ മൂത്രമൊഴിച്ച് അവൻ്റെ ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റിച്ച് അന്നത്തെ ദിവസം ആ മനുഷ്യനെ ശൈത്താൻ അവൻ്റെ കൂടെ കൂട്ടുന്നു. ഇതാണ് ഈ ശൈത്താൻ ചെവിയിൽ മൂത്രമൊഴിക്കുന്നതിൻ്റെ രഹസ്യം. അപ്പോൾ നമ്മുടെ ബാലൻസ് തെറ്റി ആ ശൈത്താൻ്റെ പിറകെ നാം മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ വിജയത്തിൻ്റെ പടവുകൾ കടക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ആ ദിവസം മൊത്തവും അലസതയും മടിയും, എന്തിലേക്ക് പോകുന്നതിനും ഒരു മനസ്സാന്നിധ്യത ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും ആ മനുഷ്യനുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉത്തമമായ ഒരു സമയമാണ് സുബഹിക്ക് ശേഷം എന്നുള്ള സമയം. ആ സമയം കഴിവതും നാം ഉറങ്ങാതെ ദിക്റിലായിട്ട്, ദുആയിലായിട്ട്, ഖുർആൻ പാരായണത്തിലായിട്ട് കഴിഞ്ഞുകൂടിയാൽ നമുക്ക് ഉന്നതമായ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.